ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ അനേക സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ശിഷ്യന്മാരുടെ പടക് കരയിൽ നിന്നും പല നാഴിക ദൂരത്തായിരുന്നു. ആ സമയം ശിഷ്യഗണങ്ങൾ കാറ്റിനാൽ, കോളിനാൽ, തിരകളാൽ പ്രതിസന്ധിയിലാണ്. അവർ മരണഭയത്തിലാണ്. അവർ തകരാൻ പോകുന്നു എന്ന ബോധ്യം യേശുവിന് ആ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു. കർത്താവ് മലയിൽ നിന്നും ഇറങ്ങി ഏറെ ദൂരം നടന്നതിന് ശേഷം വെള്ളത്തിൻ്റെ മീതെ നടന്ന് തൻ്റെ ശിഷ്യരുടെ അടുക്കലെത്തുന്നു. പക്ഷേ കടലിൻ്റെ മീതെ നടക്കുന്നതിന് മുൻപ് യേശു എവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് നാം ചിന്തിക്കണം. മണിക്കൂറുകളുടെ പ്രാർത്ഥനയിലിരുന്ന കർത്താവ് ആ പ്രാർത്ഥനയുടെ മധ്യേ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ മനസ്സിലാക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ, ഒരപ്പനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൈമാറ്റം ചെയ്യും. ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് അകലെ നിൽക്കുന്നവരോടല്ല, ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നവരോടാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ തിരകൾക്ക് മുകളിലൂടെ നടക്കും. പ്രാർത്ഥനയുടെ പർവ്വതങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്നവരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർമ്മേലിൻ്റെ മലമുകളിൽ ബാലിൻ്റെ ദേവന്മാരും അശേര പ്രതിഷ്ഠകളുടെ ആളുകളും ഇസബേലും ഒരു സമൂഹം ഒന്നാകെ ഏലിയാവിനെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുമ്പോഴും മുഴങ്കാലിൽ നിന്ന് ആ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ തൊടാൻ, അവനെ തകർക്കാൻ ഒരു ബാലിനും അശേരയ്ക്കും കഴിഞ്ഞില്ല. നിന്നിലൊരു പ്രാർത്ഥനാ മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. യിരെമ്യാവ് 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.